I invite your attention to 1 Samuel chapter 24. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ 1 ശമൂവേലിന്റെ പുസ്തകം 24 അധ്യായത്തിലേക്ക് ക്ഷണിക്കുക. Those who are very careful in following these things that you know, last week I spoke chapter 19 and I'm skipping several chapters. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിലെ 19 അധ്യായത്തിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ അതിനുശേഷം ചില അധ്യായങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് 24 അധ്യായത്തിലേക്ക് കടന്നു വരുന്നു. Not my plan, it was strongly the Holy Spirit prompted me to skip and brought me to chapter 24. ആമേൻ. ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് അല്ല, പരിശുദ്ധാത്മാവ് നിയോഗപ്രകാരമാണ് ഞാൻ ആ അധ്യായങ്ങളൊക്കെ ഞാൻ സ്കിപ്പ്. For that reason I am convinced that the Holy Spirit has something very special to talk to us. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കേണ്ടുന്ന കാരണം കൊണ്ടാണ് 24 അധ്യായത്തിലേക്ക്. Because I do not know the depth of what you go through. I do not know the problems of everybody here. To some degree, I know, but Holy Spirit is the one knows how to deal with every situation here. എനിക്ക് നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ അറിയത്തില്ലായിരിക്കാം, നിങ്ങളുടെ പ്രയാസങ്ങളുടെ ആഴം ഒരു പക്ഷേ എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തില്ലായിരിക്കാം. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആഴത്തെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അധ്യായത്തിലേക്ക് കടന്നത്. This chapter deals with an issue that all of us at one point might have gone through, or if not, we will go through. ഈ അധ്യായത്തിൽ കൂടി കടന്നു പോകുന്നത് ഒരു പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ ചില അവസ്ഥകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇനിയും നേരിടേണ്ട ചില അവസ്ഥകളെ പറ്റിയായിരിക്കാം ഇതിൽ കൂടി പറയുന്നത്. The first question, I want to put it as a form of a question. How do we respond when a situation is not going as we expected it would be? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കത്തക്ക രീതിയിലല്ല കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒന്നാമത്തെ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. When we travel a road, a path that that's not the direction we intended to be, that's not where we wanted to be, but we are there because of many reasons. ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ചില ദിശകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ദിശ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ല എങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള അടുത്ത ചോദ്യം കൂടെ വെക്കും. Perhaps it might be the situation in our family that this is not what you intended, this is not what you desired, but you are in a situation now that was far away from your imagination. കുടുംബ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന തക്ക രീതിയിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ വിചാരിച്ച രീതിയിലായിരിക്കത്തില്ല ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നതെങ്കിൽ. It may be with your career that you are in a crossroad, that this is not the direction you wanted to go. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് ആയിരിക്കത്തില്ല ഒരു പക്ഷേ നിങ്ങൾ പോകുന്നത്. Perhaps you feel this morning that what is the purpose? I mean, what is God's plan? I feel like I'm unfulfilled in my journey. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികളെ പ്ലാനുകൾ എന്ന് പറയാം, ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കാനാകാത്ത ചിലതിലേക്ക് ഞാൻ പോവുകയാണോ എന്നൊരു ചിന്ത. Sometimes it could be regarding a ministry that you had a desire, you had a plan, you wanted to do this thing. It may not be the people here, those who hear me online. You set off to do something and then you are in a situation now that you say, no Lord, this is not what I wanted to do. ശുശ്രൂഷയുടെ കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയത്തില്ലെങ്കിൽ അവിടെ നിങ്ങൾ ചോദിക്കും, ദൈവം ഇതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ശുശ്രൂഷ മേഖലയിൽ, ഇതല്ലല്ലോ എനിക്ക് വേണ്ടതെന്ന് പറയുന്നു. Holy Spirit is clearly revealing that there are people in this place even in this morning asking the question, this is not what I chose, this is not what I wanted to be, this is not what I planned to be, and Lord, the present situation that I am in is not what I intended and I am stuck in my place. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് എൻ്റെ ആഗ്രഹപ്രകാരമല്ല, ഞാൻ ആഗ്രഹിച്ച തരത്തിലല്ല ഞാൻ ഇന്ന് നിൽക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, ആ ആഗ്രഹിക്കുന്ന തരത്തിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് കടന്നു വരുന്നു. Let me tell you from my own personal thing, then I will jump into the word. എന്റേതായ സാഹചര്യത്തെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ I am very terrible with the directions. ഞാൻ ചില ഇടങ്ങളിൽ കടന്നു പോകുമ്പോൾ വളരെയധികം ഭാരത്തോടെ കടന്നു പോകാറുണ്ട്. Because in my opinion, in my thing, in my life, the greatest blessing that
the discovery or invention is the GPS system. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ GPS ഒന്നാണ് ഞാൻ പറയുന്നത്. If that wasn't here, I don't know where I would be. അത് ആ GPS ഒന്നൊന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവിതം എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. And along with the nice GPS and my loving wife, I still get lost. ഞാൻ എന്റെ GPS-ഉം എന്റെ സഹധർമ്മിണിയുമായിട്ട് കടന്നു പോകി പോലെ എന്നിട്ട് പോലെ എന്റെ ദിശയിൽ ചിലപ്പോൾ ഒരുപക്ഷെ തെറ്റുകൾ വരാറുണ്ട്. But the most comforting thing for me is not from the passenger seat, but the GPS, a polite lady will come and say, recalculating. ആമേൻ. അപ്പോൾ ഞാൻ എന്റെ ഒരു ദിശ മാറി പോകുമ്പോൾ ഒരുപക്ഷെ എന്റെ അടുത്തിരിക്കുന്ന സഹധർമ്മിണിയുടെ അടുത്തുനിന്നല്ല GPS അവിടെ നിന്ന് I didn't say that. I said a passenger seat. ഓക്കെ, എന്റെ അടുത്തിരിക്കുന്നവരുടെ അടുത്തുനിന്നല്ല GPS പറയും ഞാൻ വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്വീറ്റ് വോയിസ് എനിക്ക് കേൾക്കാൻ കഴിയും. That's really so comforting to me. അത് വളരെ ആശ്വാസപ്രദകരമായിട്ട് എനിക്ക് തോന്നുന്നു. And it's very politely and never get angry at me and recalculates and give me and say, okay, dude, go this way. ആമേൻ. ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടാതെ തന്നെ അവിടെ നിന്ന് കേൾക്കുന്ന സൗണ്ട് ഈ ദിശയിൽ കൂടി കടന്നു പോകുക എന്ന് എന്നോട് വിളിച്ചു പറയുന്നു. And I wish that is the case with most of us, and that God does a quick recalculation in our life and say, go this way. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, ജീവിത സാഹചര്യത്തിൽ നാം കടന്നു പോകുമ്പോഴും ദൈവവും ഇങ്ങനെ മകനെ മകളെ ഈ രീതിയിൽ കൂടി കടന്നു പോകും എന്ന് പെട്ടെന്നൊന്ന് പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. But many a times that doesn't happen. അങ്ങനെയുള്ള ഒരു ഉത്തരം എനിക്ക് പലപ്പോഴും പല സമയങ്ങളിൽ കിട്ടാറില്ല. And if you feel that way, നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ how do we really handle unpleasant, difficult situations? അങ്ങനെ അസന്തോഷമായ അങ്ങനെയുള്ള ഒരു സാഹചര്യ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളത് കൈകാര്യം ചെയ്യുന്നത്? And we all have gone to school and college and universities, but there is another university that we are part of. It is God's university. അവൻ നിങ്ങൾ എല്ലാവരും സ്കൂളിലും കോളേജിലും ഒക്കെ കടന്നു പോകുന്നതാണ്. മറ്റൊരു വിദ്യാലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിദ്യാലയം. In God's university, one of the greatest lesson He wanted to teach us is patience. അവൻ ക്ഷമ എന്നുള്ളതാണ് ദൈവത്തിന്റെ സർവകലാശാലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ പഠിപ്പിക്കുന്നത്. And that's where we all have trouble. I have trouble. We all have trouble. ഞാനും നിങ്ങളും എല്ലാവരും ആ ഒരു ക്ഷമ എന്നതിൽ കൂടി വളരെയധികം പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. And James chapter 1 verse 3 to 5, Apostle James said, the patience will lead to maturity, and that maturity will take it to the climax of perfection. അങ്ങനെ യാക്കോബിന് എഴുതിയ ലേഖനം 1:3-5 വരെ വായിക്കുമ്പോൾ അവിടെയാണ് ആ ക്ഷമയിൽ നിന്ന് മറ്റൊരു സഹിഷ്ണുതയിലേക്ക് കടന്നു പോകുന്നു. അവിടെ നിന്നാണ് ഒരു പൂർത്തീകരണത്തിലേക്ക് കടന്നു പോകുന്നത്. And Romans chapter 5 verse 3 to 5 also says the same topic about it. I just want you to go home and read it. റോമർക്ക് എഴുതിയ ലേഖനം 5:3 വാക്യങ്ങളും അത് തന്നെയാണ് പറയുന്നത്. അത് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. So from chapter 24 we're going to learn a few concepts, a few things. ചില കാര്യങ്ങൾ 24-ാം അധ്യായത്തിൽ നിന്ന് നാം വായിക്കാം. How do we deal when life circumstances are not God's will? ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? Yeah, when the circumstances in our life that we know it may not be the God's will, but the circumstances look like that way. ചുറ്റുപാടുകൾ ഒരുപക്ഷെ ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല എന്നുള്ള രീതിയിൽ കടന്നു പോകുമ്പോൾ So I want to I will show you, then you patiently come with me. We want to kind of talk about a little bit about David. ആമേൻ. ശ്രദ്ധയോടെ എന്നെ കൂടി കേൾക്കുക. ദാവീദിന്റെ ജീവിത സാഹചര്യത്തെ പറ്റി ഞാൻ നിങ്ങളോട് Chapter 24 begins with that way. അങ്ങനെയാണ് 24-ന്റെ ആദ്യ വാക്യങ്ങൾ തുടങ്ങുന്നത്. We can see that Saul, after return from following the Philistines, he heard David was in the wilderness of En-Gedi, and its Saul is coming to follow or chasing David. ആമേൻ. 1-ാം വാക്യം, ശൗൽ ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് എന്നെ കണ്ടിട്ട് അവനെ ഫോളോ ചെയ്യുന്നതായി നാം വായിക്കുന്നു. This whole chapter, when we look at it, David's life is not going well. ഇവിടെ ഈ അധ്യായത്തിൽ ദാവീദിന്റെ ജീവിതം അത്ര നല്ല സുഖകരമായി പോകുന്നില്ല എന്ന് കാണാം. One day, we went through it.
Samuel called him and anointed him. അവനെ ശമൂവേൽ ഒരു ദിവസം അവനെ വിളിച്ച അവനെ അനോയിന്റ് ചെയ്ത അഭിഷേകം ചെയ്തത്. And from there he went back to the shepherding thing. അവിടെ നിന്ന് ആട്ടിടയന്റെ അവധിലേക്ക് പോകുന്നു. And I don't know how many months or as a time, but he was anointed, but he was a shepherd. He went back over there. എത്ര സമയം അവിടെ ഒരു ആട്ടിടയനായിട്ട് ചെലവഴിച്ചു എന്ന് അറിയത്തില്ല. എന്നാൽ അഭിഷേകം ലഭിച്ച ശേഷം അവൻ ആട്ടിടയനിലേക്ക്. But God opened another opportunity for him to be lifted to the national stage. ഒരു ദേശീയ തലത്തിലേക്ക് പ്രശസ്തിയിലേക്ക് ഉയർത്താൻ തക്കോണം മറ്റൊരു അവസരം. That's where he killed the Goliath. അവിടെയാണ് ഗോലിയാത്തിനെ അവൻ കൊല്ലുന്നത്. And from there he was lifted into the army of Saul and as a commander. ശൗലിന്റെ സൈന്യാധിപനായിട്ട് വീണ്ടും അവിടുന്ന് അവനെ ഉയർത്തുന്നു. Then he was given the daughter of Saul and he became the son-in-law. ശൗലിന്റെ മകളിനെ കൊടുത്തിട്ട് അവിടെ ഒരു മരുമകനായിട്ട് അവന് കിട്ടുന്നു. A very prominent place in the palace. രാജകൊട്ടാരത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തിലേക്ക് പോകുന്നു. You see everything going good. അവിടെ എല്ലാം നന്നായി തന്റെ ജീവിതം മുമ്പോട്ട് ഓടുന്നത് കാണുന്നില്ലേ? But all of a sudden things started going down. പെട്ടെന്ന് തന്നെ അവന്റെ ജീവിതത്തിന് ഒരു അധപ്പതനം. King Saul became very jealous. അവിടെ ശൗൽ ഒരു അസൂയ ജനിക്കുന്നുണ്ട്. He became he hated David and he wanted to kill David. ദാവീദിനെ വെറുത്തുകൊണ്ട് ദാവീദിനെ കൊല്ലുവാൻ തക്കവണ്ണം ഒരുക്കത്തോടായിരിക്കുന്ന ശൗല്. Now David is on the run. ദാവീദ് അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. He lost the palace, he lost the positions and he lost everything, and now he is through the wilderness running for his life. തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന കൊട്ടാരങ്ങൾ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് ദാവീദ് ഓടിപ്പോകുന്നു. And Saul is really chasing him. അവിടെ ആ ദാവീദിന് പിന്നാലെ ശൗല് പോകുന്നു. And that's what chapter 23 end we see. അവിടെയാണ് 23 അവസാനിക്കുന്നത്. In the previous chapters I told you that I skipped, but there are stories like there are some close people that he helped or David helped them, but they betrayed David. ഇതിന് പിമ്പിലുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ ദാവീദ് സഹായിച്ചവർ പലരും അവനെ ചതിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. The people of Keilah and the people of Ziph, they all betrayed and they kind of wanted to hand over David to Saul. കെയിലയിലായിരുന്ന ജനങ്ങൾ സിഫ്ലായിരുന്ന ജനങ്ങൾ അവിടെ എല്ലാം സഹായിച്ചവര് ആ ദാവീദിനെ ചതിക്കുവാൻ തക്കണം ഇറങ്ങിത്തിരിക്കുന്നത്. Chapter 23 verse 25 we read like this. 23:25 ഇങ്ങനെ വായിക്കുന്നു. And I'm paraphrasing, the Saul's army surrounded David. ശൗലിന്റെ തന്റെ പടക്കൂട്ടവും ദാവീദിനെ ചുറ്റപ്പെട്ട് നിൽക്കുമ്പോൾ and they came by a mountain and David and his people on one side and Saul and his armies on another side. ഇറങ്ങി വരുമ്പോൾ ഒരു സൈഡിൽ ശൗലും പടക്കൂട്ടവും മറ്റൊരു സൈഡിൽ ദാവീദും. And we read that Saul his men were surrounding David and his men to capture David. ദാവീദിനെ പിടിക്കുവാൻ തക്കവണ്ണം അവനെ ചുറ്റും നിൽക്കുന്ന ശൗലിന്റെ ആൾക്കാർ. And they were very close and the Bible says that for David it was very difficult to escape that situation. ദാവീദിനെ രക്ഷപ്പെടുവാൻ കഴിയാത്തവണ്ണം തന്നെ ശൗൽ അവനെ ചുറ്റപ്പെട്ട് നിൽക്കുന്നു. And that very moment Saul is getting a message, a messenger running to Saul. ആ സമയത്ത് തന്നെ ഒരു ദൂതൻ ശൗലിന്റെ അടുക്കിലേക്ക് ഓടി വരുന്നു. And hurry, come, the Philistines have invaded, attacked Israel, and come back and help us. ഫിലിസ്ത്യർ ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള ദൂതനാൽ ശൗലിന് അറിവ് കിട്ടുന്നു. പെട്ടെന്ന് തന്നെ മടങ്ങി വരണമെന്ന് പറയുന്നു. And all of a sudden that point Saul stopped chasing David and he went after the Philistines. ദാവീദിനെ പിന്തുടരുന്നത് നിർത്തിയിട്ട് ശൗല് മടങ്ങി പോകുന്നത് നാം കാണുന്നു. I mean, look at how many times the Philistines came and attacked Israel in the past. കഴിഞ്ഞ കാലങ്ങളിൽ എത്ര പ്രാവശ്യം ഫിലിസ്ത്യർ ഇസ്രായേലിനെ വന്ന് അറ്റാക്ക് ചെയ്തതല്ലേ? But at that point the timing was very important. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ആ സമയം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കാണണം. It was this time that Saul was about to capture David. The messenger ran into the place. ദാവീദിനെ പിടിക്കാനുള്ള സമയം അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ദൂതൻ അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. God used the enemy of Israel to come against Israel to really bring a deliverance for David. ഇസ്രായേലിനെതിരെയുള്ള ശത്രുവിനെ ആ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിട്ട് ദാവീദിനെ ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദൈവം. And that place they called a rock of escape. ആ സ്ഥലത്തെയാണ് രക്ഷയുടെ പാറ, രക്ഷപ്പെട്ട പാറ എന്ന് നമ്മൾ വിളിച്ചു പറയുന്നത്. Hamma Hekloth, is very difficult to say, but the word meaning the rock of escape or a rock of slippery or rock of separation, they called that place that way. വേർപെടലിന്റെ പാറ, രക്ഷപ്പെട്ടതിന്റെ പാറ എന്ന പേരിൽ ഹമ്മ ഹെക്ലോത്ത് എന്ന പേരിൽ നിന്നത് വരുന്നു. Because David know that
in about another few minutes or in a very short time, I would have been in the hand of Saul. ആമേൻ. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശൗലിന്റെ കയ്യിലാൽ കൊല്ലപ്പെടുമെന്ന് ദാവീദിന് അറിയാമായിരുന്നു. But thank God that he sent, a messenger at the time to, turn Saul away from me. ആ സമയത്തേക്കാണ് തക്ക സമയത്ത് ദൂതനെ അയച്ച് ശൗലിന്റെ കയ്യിൽ നിന്ന് ദാവീദിനെ വേർപിടിച്ചെടുത്തത്. Brother and sister, you may not be on a rocky place or you may not have somebody attacking you. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആക്രമിക്കുന്ന നിങ്ങളെ എതിരിടുവാൻ തക്കണ ഒരു മേൻ ഉണ്ടാവില്ല. But you might be very clearly able to remember a situation that a divine intervention of God saved your life. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ഒരു ദൈവിക കരുതല് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അവസരമുണ്ട്. Or divine intervention to save you from a dangerous situation. അപകടകരമായ അവസ്ഥയിൽ കൂടി കടന്നുപോകുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലിൽ കൂടി നിങ്ങളെ രക്ഷപ്പെടുത്തിയ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. Or it could be the present way you may be under attack. ഒരുപക്ഷെ നിങ്ങൾ ചില പോരാട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നതായിരിക്കാം. You walked in this morning and said, Pastor, you do not know what I am going through this whole week. എന്റെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എങ്ങനെയാ കടന്നു പോകുന്നത് ഒരുപക്ഷെ ശുശ്രൂഷ അങ്ങ് തിരിച്ചറിയുന്നില്ലായിരിക്കാം. I've been under so much of pressure, Pastor. വളരെയധികം പ്രഷറിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ But I want to remind you this morning. ഇന്ന് പ്രാർത്ഥന നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചുണർത്തട്ടെ. Our God has a plan and he knows at what time to intervene. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പദ്ധതിയുണ്ട്. ഏത് സമയത്ത് നിങ്ങളെ വേർപിടിച്ചെടുക്കണമെന്ന് അവിടുന്ന് അറിയാം. He can use a friend or a foe for our deliverance. ഒരു സഹയാത്രികനായിക്കോട്ടെ ഒരു ശത്രു ആയിക്കോട്ടെ അവരെ ഉപയോഗിച്ച് നിങ്ങളെ വിടുവിച്ചെടുക്കാൻ ദൈവത്തിന് കഴിയും. So don't abandon our faith. നമ്മുടെ വിശ്വാസത്തെ ഉപേക്ഷിച്ച് കളയരുത്. And I can only imagine at that point David was thinking, Lord, to save me, you don't have there was an opportunity to save me, but that passed. I am very close to being caught by David. രക്ഷപ്പെടുത്തിയെടുക്കേണ്ടുന്ന സമയം അവസരങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അതപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ദാവീദിന് തോന്നൽ വന്നപ്പോൾ, when he thought that way, അങ്ങനെയുള്ള ഒരു ചിന്ത അവന്റെ കയ്യിൽ വന്നപ്പോൾ, the very moment a messenger comes, അടുത്ത സമയത്ത് തന്നെയാണ് ദൂതൻ അവിടേക്ക് കടന്നു വരുന്നത്. if you are walking you walked into this place with such a thought, അങ്ങനെയുള്ള ഒരു ചിന്താഭാരത്തോടെ ഈ സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു വന്നെങ്കിൽ, I am beyond the point of repair. ഇവിടെ പരിഹരിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണെങ്കിൽ, God had an opportunity but that passed. ദൈവത്തിന് അവസരം ഉണ്ടായിട്ട് അത് കഴിഞ്ഞു പോയി എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ, I'm in a situation where nobody can do anything. ആർക്കും ഒന്നും എന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിങ്ങളുടെ മുമ്പിലെങ്കിൽ, it may be physically, it may be mentally, it may be spiritually, ആത്മീയ ഭൗതിക മാനസികമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, but this morning the Holy Spirit of God want to remind you, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയുന്നത്, child of God, my time is the perfect time. എന്റെ സമയം യഥാർത്ഥ സമയമാണ്. My method is the perfect method. ഞാൻ നൽകുന്ന മെത്തേഡ് യഥാർത്ഥ മെത്തേഡാണ്. I never been late, I never been failed. ഞാൻ ഒരിക്കലും പരാജയമല്ല, താമസിക്കുകയുമില്ല. So put trust in me. എന്നിൽ നീ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക. I know what I am doing. ഞാൻ എന്ത് ചെയ്യുന്നത് യഥാർത്ഥമായി ഞാൻ തിരിച്ചറിയുന്നു. Everything is under my control. എല്ലാം എന്നിൽ തന്നെ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. Saul is under my control and David is under my control. ദാവീദും ശൗലും എന്നിൽ തന്നെ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്ന് സർവശക്തനായ യഹോവ അവിടുന്ന് വിളിച്ചു പറയുന്നു. Praise God. So at that time what happened? Saul went chasing the Philistines, and chapter 4 that he defeated Philistines and came back. ശൗല് ഫിലിസ്ത്യരുടെ മുമ്പായി പിന്നിലെ കടന്നു പോകുന്നു, അവരെ തോൽപ്പിച്ചിട്ട് മടങ്ങി വരുന്നത് 24-ാം അധ്യായത്തിൽ നാം കാണുന്നു. And I just want to quickly say something over there too, that when this time Saul went, he fought with the Philistines and he defeated the Philistines. He got a victory. ആമേൻ. അവിടെ ശൗല് ഫിലിസ്ത്യരുടെ മുമ്പാകെ അവിടെ പിന്നാലെ കടന്നുപോയി അവരെ തോൽപ്പിച്ച് ഒരു വിജയത്തോടു കൂടിയാണ് ശൗൽ മടങ്ങി വരുന്നത്. In my thought, I thought, why would you do that? Why, this guy is chasing this poor David, and he's wicked, he's arrogant, he's, in all definition, he's a bad man. When he went to fight with the Philistines, why didn't you just allow the Philistines to wipe him out? ആമേൻ. നിസ്സഹായനായി നിൽക്കുന്ന ദാവീദിന്റെ പിന്നാലെ കടന്നു പോകുന്ന ശൗല് ഒരു ദുഷ്ടാഠ്യക്കാരനും ദുഷ്ടനുമായി തന്റെ ജീവിതാവസ്ഥയിൽ കടന്നു പോകുമ്പോൾ, ദൈവമേ, എന്തുകൊണ്ടാണ് ഫിലിസ്ത്യരാൽ അവൻ കൊല്ലപ്പെടാനിടാത്തത് എന്നൊരു ചിന്ത എന്റെ ഉള്ളിൽ ജനിച്ചു. Why would you allow him to come back and chase this David? എന്തുകൊണ്ടാണ് ഫിലിസ്ത്യരിൽ നിന്ന് മടങ്ങി വന്ന് വീണ്ടും ദാവീദിനെ പിന്തുടരുവാൻ അനുവദിക്കുന്നത്?
And that was a question that even today we ask in many situations. പല സാഹചര്യത്തിലും ഒരുപക്ഷെ അങ്ങനെയുള്ള ചോദ്യം നാമും ചില സാഹചര്യങ്ങൾക്ക് നേരെ ചോദിക്കാറില്ലേ? But it's very hard for us to understand the patience of God. ഓ, ദൈവത്തിന്റെ ക്ഷമയെന്ന് പറയുന്നത് അതൊന്ന് ഗ്രഹിച്ചെടുക്കുവാൻ വളരെ It is very പ്രയാസമാണ്. hard for us to understand the mercy of God. ഓ, ദൈവത്തിന്റെ കരുണയൊന്ന് ഗ്രഹിച്ചെടുക്കുവാൻ അത് വളരെ പ്രയാസമാണ്. Sometimes we want in such a situation God really quickly wipe that person out and solve the problem. But sometimes we forget where we were. ആമേൻ. നാം എവിടെ ആയിരിക്കുന്നു എന്ന് തിരിച്ചറിയാതെ നമ്മുടെ മുമ്പിലായിരിക്കുന്ന വ്യക്തിയെ പെട്ടെന്ന് വൈപ്പ് ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ ഉദിക്കുന്നുണ്ട്. Lord, I was ungodly. I was not there. I did things that was not pleasing to you. But because you were patient with me, I am here. ആമേൻ. ഞാൻ ഒരുപക്ഷെ അങ്ങേക്ക് പ്രീതിപ്പെടുത്തുന്ന ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം, എങ്കിലും അങ്ങയുടെ ക്ഷമ കൊണ്ട് മാത്രമാണ് ഞാൻ ആയിരിക്കുന്നത്. If you were angry with me at the age of 35, 45, 50, Lord, I would have been wiped out. I wouldn't be here today enjoying the grace of God. It is because of your patience, O Lord, of my life. ആയിരിക്കുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് എന്റെ അവസ്ഥയിൽ ഞാൻ ആയിരുന്നപ്പോൾ അങ്ങ് കോപിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂതലത്തിലായിരുന്നില്ല. അങ്ങയുടെ ക്ഷമയൊന്നുകൊണ്ട് മാത്രം, കരുണ മാത്രമാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത്. So it is because of the patience of God. Amen. God allows Saul to come back. ആമേൻ. ദൈവത്തിന്റെ ക്ഷമയൊന്നുകൊണ്ട് മാത്രമാണ് ശൗല് അവിടെ നിന്ന് മടങ്ങി വരുവാൻ ഇടയായത്. Amen. God will deal with him in his time, but this time he is allowing Saul to come after David. ദൈവത്തിന്റെ അതേ സമയത്തിന് ദൈവത്തിന് ശൗലിനെ കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന് ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ ഇപ്പോൾ ശൗല് മടങ്ങി വരുന്നു. And then he came and he realized that David is in the place called En-Gedi. En-Gedi എന്ന പ്ലേസിൽ ദാവീദ് ഉണ്ടെന്ന് ഇവൻ അറിവ് കിട്ടുന്നു. And now he is coming with 3,000 elite soldiers of the Israel and coming after David. ആമേൻ. അവിടെ നിന്ന് വീണ്ടും En-Gediയിൽ മരുഭൂമിയിലേക്ക് 3000 ആൾക്കാരെയും കൊണ്ട് വീണ്ടും കടന്നു പോകുന്നു. Remember, previously God delivered David very divine intervention. വളരെ ദൈവിക ഇടപെടലോടുകൂടി അല്ലേ ദാവീദിനെ ശൗലിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുത്തത്. But then again we see the enemy is coming back and going after him. വീണ്ടും ഈ ശത്രുക്കൾ ദാവീദിന്റെ പിന്നാലെ പിന്തുടർന്ന് ചെല്ലുന്നു. This is what we need to understand. One victory is not guarantee that we're going to have that path all the time. ആമേൻ. ഒരു വിജയം നമ്മുടെ ജീവിതത്തിൽ തന്നു കഴിഞ്ഞാൽ എപ്പോഴും ആ സാഹചര്യം വരുമ്പോൾ വിജയം കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുത്. The enemy will come after us again and again and again. ആമേൻ. ഒരു വിജയത്തിന് ശേഷം വീണ്ടും ശത്രു ഒരുപക്ഷേ നിങ്ങളെ വീണ്ടും പിന്തുടരുവാൻ The ഇടയാകും. last week we were in a battle and God gave us a victory. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിലെ യുദ്ധക്കളത്തിൽ പോരാട്ടക്കളത്തിലായിരുന്നു, അവിടെ നിങ്ങൾക്ക് വിജയം തന്ന But ദൈവം. when we enjoy the time of peace, that's where we need to be most vigilant, because the enemy is planning another one against us. വിജയത്തിന്റെ നടുവിലും നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ അവിടെയാണ് വീണ്ടും സൂക്ഷ്മ ബുദ്ധിയോടെ നിങ്ങൾ My നിൽക്കുന്നത്. brothers and sisters, God never promised us a destination without any turbulence. We are not promised that we can have an easy journey. ആമേൻ. നിങ്ങൾക്ക് പോകേണ്ടത് നിങ്ങളുടെ യാത്രയിലെ നിങ്ങളുടെ എത്തിച്ചേരേണ്ടടുത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ കടന്നു ചെല്ലാമെന്ന് നിങ്ങൾക്ക് ദൈവം വാഗ്ദത്തം When I തന്നിട്ടില്ല. was meditating, this word came to me and it's so beautiful. It said, my master Jesus is in heaven with the full of scars. ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അരുമനാഥൻ ഉയരത്തിലായിരിക്കുന്നത് അവന്റെ ശരീരത്തിലെ ആണിപ്പാടുകൾ കൊണ്ടാണ് ആയിരിക്കുന്നത്. Yes, he had the scars and he the same thing. And when I get to heaven, there will be scars in my life എന്റെ also. അരുമനാഥൻ ആയിരിക്കുന്നത് പോലെ ഞാനും ആ സ്വർഗത്തിൽ എത്തുമ്പോൾ എന്റെയും കൈകാലുകളിൽ അതുപോലത്തുള്ള മുറിപ്പാടുകളില്ലാതെ സ്വർഗരാജ്യത്തിന്റെ പടി കാണുവാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു ദൈവ പൈതലിന് ദൈവം വെച്ചിരിക്കുന്ന മുറിവുകളുണ്ട്, അത് നമ്മുടെ അവകാശമാണ്. Hallelujah. Hallelujah. Yes. Glory to God. Amen. Amen. God always allows that in our life. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നു. There will be a season of victory and there will be a season of trial. ചില കാലങ്ങളിൽ വിജയം ഉണ്ടാകാം, ചില കാലങ്ങളിൽ നമുക്ക് പരാജയം നമ്മുടെ There is a divine intervention in David's life just now, and then all of a sudden he is running for his life. ഒരു സമയത്തേക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്ന ഈ സമയത്തേക്ക് ഇവിടെ നിന്ന് ദാവീദ് പോകുന്ന ഒരു അവസ്ഥ. Now the people are just reading it. The Saul and the army is chasing, and David and the people are running around, and finally
Saul wanted a personal need. He needed to go to the bathroom. ആമേൻ. അവിടെ ദാവീദ് ഓടിപ്പോകുന്നു, ശൗലും അവന്റെ പിന്നാലെ പോകുന്നു. ഒരു സമയത്തേക്ക് ശൗലിന് ബാത്റൂമിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. So he was looking for a cave. അവിടെ ഒരു ഗുഹ അന്വേഷിച്ച് അവൻ നടക്കുന്നു. So he found a cave and he went in there. ഒരു ഗുഹ കണ്ടിട്ട് അതിനകത്തേക്ക് ശൗൽ കടക്കുന്നു. Remember, when he go for a personal need, most of the people stayed outside. സ്വകാര്യ ആവശ്യത്തിന് അകത്തേക്ക് കടന്നു പോകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം വെളിയിലായിരിക്കും, നിങ്ങൾക്ക് അറിയാം. But the man didn't know that he was running into a cave where David and his people were hiding. താൻ അകത്ത് കടന്നിരിക്കുന്ന ഗുഹയ്ക്കകത്താണ് ദാവീദും കൂട്ടരും എന്നൊന്നും ഈ വ്യക്തി അറിയുന്നില്ലല്ലോ. Saul is in a very vulnerable situation. വളരെ vulnerable ആയിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ശൗല. David's men could not believe it. They kind of walked a little bit closely and took a look and said, "Oh my God, this is our enemy in this cave." ആമേൻ. ദാവീദിന്റെ കൂട്ടരിൽ പലരും അത് കണ്ടിട്ട്, ഇത് ഞങ്ങളുടെ ശത്രുവാണല്ലോ, ആ ശത്രുവാണല്ലോ അകത്ത് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. And David's men said this, verse 4. ആ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാ ദാവീദിന്റെ ആ കൂട്ടരിൽ പറയുന്നത്. And he said, "This is your opportunity." ഇത് നിന്റെ അവസരമാണ്. And today the Lord is telling you, ഇന്ന് ദൈവം നിന്നോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത്, "I will hand over your enemy to you and you shall do to him as it seems good." ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവയുടെ. It cannot be any clearer than this. അതിനപ്പുറത്തായിട്ട് മറ്റൊരു യഥാർത്ഥമായ രേഖ കാണുന്നില്ല. And especially about the soldiers are surrounded by David and say, "David, man, our God is so great." നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണെന്നുള്ള ദാവീദിന്റെ ആൾക്കാർ ദാവീദിനോട് അടുത്ത് നിന്ന് പറയുക. I mean, he is alone in this cave and we got him. ആമേൻ. അവൻ ശൗൽ ഒറ്റയ്ക്ക് ഏകനായിട്ട് ഇതിനകത്തേക്ക് കടന്നു വരുന്നു. അവനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിരിക്കുന്നു. This is the perfect plan of God. ഇത് ദൈവത്തിന്റെ യഥാർത്ഥ പദ്ധതിയാണെന്ന് വിളിച്ചു Look, they are saying in such a way, today the God is telling you that I will hand over to you. ഇന്ന് യഹോവ നിന്നോട് അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു എന്നാണ് പറയുന്നു. Remember, these are good people that with David. They only want good things for David. ദാവീദിന്റെ നന്മയെ ആഗ്രഹിക്കുന്ന ഒരു പറ്റം കൂട്ടരല്ലേ അവന്റെ ചുറ്റുമായിരിക്കുന്നത്. David is under pressure. അവിടെ വളരെ മാനസിക സംഘർഷത്തിൽ കൂടി കടന്നു പോകുന്ന ദാവീദ്. And he doesn't know what do we do at this point. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിയാത്ത ദാവീദ്. And there is a choice there. അവിടെ ചില ചോയ്സ് ഉണ്ടായിരുന്നു. They don't have to run anymore if they finish Saul. ആ ശൗലിനെ കൊല്ലുവാണെങ്കിൽ വീണ്ടും പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് ഓടേണ്ട. If they kill Saul here, the kingdom is ours and we can go, David will be the king. ശൗലിനെ കൊല്ലുവാണെങ്കിൽ രാജകീയ പദവി തന്റെ കയ്യിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ. I mean, everything looks so good. എല്ലാം നന്നായി പോകുന്ന ഒരു അവസ്ഥ. That's where I told you from the very beginning, the circumstances, everything looks so good. അതാണ് ആദ്യത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കുന്ന സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി എന്ന് തോന്നുമ്പോൾ. It is very hard to believe that it is not God doing all these things. എന്നാൽ ദൈവമാണ് ഇത് ചെയ്തതെന്ന് തിരിച്ചറിയാൻ ഒരു പക്ഷേ പ്രയാസമായിരിക്കും. ദൈവമല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. Because look at it, it is what is a coincidence that he is coming into this cave. അപ്രതീക്ഷിതമായി എന്തുകൊണ്ടാണ് ശൗല് ഈ ഗുഹയ്ക്കകത്തേക്ക് തന്നെ കടന്നു വരുന്നതെന്ന്. So everything look perfect, that this is really God is doing. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് തോന്നത്തക്കവണ്ണം എല്ലാം അതുപോലെ തന്നെ കടന്നു വരുന്നു. That's where the lesson number 2. അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യങ്ങൾ നാം പഠിച്ചെടുക്കേണ്ടത്. Neither our desires nor our circumstances are a good guide for the will of God. നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ സാഹചര്യങ്ങളോ ആയിരിക്കത്തില്ല ഒരു പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ആമേൻ. ആ ദൈവിക ഹിതത്തിന്റെ ഒരു സൂണ്ടുപലക എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയത് കൊണ്ടായിക്കൊള്ളണമെന്നില്ല. Praise God, hallelujah. Here everything is together good, and if it is me, I will say, Romans 8:28 says everything work together for the good of the people who are called by the love of God. I mean, I will say that one. ആമേൻ. ഞാനായിരുന്നെങ്കിൽ ഞാൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ 8-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ എല്ലാ നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചേനെ. So look at it, the circumstances look good. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ നന്നായി വരുന്നു. The people with me gave a good godly advice. They said as if like God telling you today,
to do this thing. ദൈവം തന്നോട് പറയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ തന്റെ ചുറ്റുമായിരിക്കുന്ന നല്ല കൂട്ടര് ഇങ്ങനെ വിളിച്ചു പറയുന്നു. So there is pressure from the people around. തന്റെ മുമ്പ് ചുറ്റുപാടുമായിരിക്കുന്നവരിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മാനസികമായ ഒരു David is in a great temptation. വളരെയധികം ടെംപ്റ്റേഷനിൽ ദാവീദ് കടന്നു പോകുന്നു. He has to make a choice there. ഇവിടെ താൻ ഒരു തിരഞ്ഞെടുപ്പ് താൻ എടുക്കേണ്ടിയിരിക്കുന്നു. This is where another lesson that we need to learn. ഇവിടെയാണ് മറ്റൊരു കാര്യം നാം പഠിച്ചെടുക്കേണ്ടത്. Remember, like Jesus was directly attacked by Satan. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത് യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത് നിങ്ങൾ അറിയുന്നില്ലേ? Jesus overcame the devil. ആമേൻ. ആ ശത്രുവിനെ ജയിച്ചെടുത്ത യേശുക്രിസ്തു. But Satan did not end there. എന്നാൽ അവിടെ വെച്ച് പിശാച് അവസാനിച്ച് Later on, he used one of his close friends and said, you know what? Jesus, you should not be crucified. You don't take the cross. ആമേൻ. നീ ക്രൂശ് എടുക്കരുതെന്ന് കൂടെ നിന്ന സന്തത സഹചാരി പറഞ്ഞു, നീ ക്രൂശ് എടുക്കരുതെന്ന്. The first temptation was that I will give you this kingdom and everything. You don't have to have a cross. I'll just hand over to you. ഒരു ക്രൂശ് എടുക്കേണ്ട, ഈ കാണുന്ന മഹത്വങ്ങളെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് ആദ്യത്തെ പരീക്ഷണത്തിൽ പറയുമ്പോൾ, But the second one, through a friend, Satan is again saying that don't go to the cross. ഈ ക്രോസിലേക്ക് കടന്നു പോകരുതെന്ന് കൂടെ നടന്ന സന്തത സഹചര്യായ ഒരു ശിഷ്യൻ. That time Jesus said, Satan, get behind me. അവിടെയാണ് പിശാച് എന്നെ വിട്ടുപോകുമെന്ന് മാറിപ്പോകുമെന്ന് വിളിച്ചു. My point is the same situation here for David. ഇവിടെയും ദാവീദിന്റെ ജീവിതത്തിൽ ചുറ്റിൽ വന്നിരിക്കുന്ന അതേ സാഹചര്യം. Everything looks so good. എല്ലാം നന്നായി എന്ന് തോന്നുന്നത് പോലെ. What do we do? അവിടെ എന്താണ് നാമം ചെയ്യാൻ തുടങ്ങുന്നത്? But verse 4 is so beautiful at the end. എന്നാൽ നാലാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ It says David got up. അവിടെ ദാവീദ് എഴുന്നേറ്റു. And he decided to go nearer Saul. ആമേൻ. അവിടെ ശൗലിന്റെ അടുത്തേക്ക് അവൻ കടന്നു പോകുന്നു. And he cut a little piece of fabric from the robe of Saul. ആമേൻ. ആ ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ അവൻ മുറിച്ചെടുത്തു. And verse 5 we read that bothered his conscience. ആമേൻ. അവിടെ അവന്റെ മനസാക്ഷിക്ക് കുത്തു തുടങ്ങി 5-ാം വാക്യത്തിൽ പറയുന്നു. Now this whole thing is very confusing to the people around David. ഇതെല്ലാം കണ്ടപ്പോൾ അവിടെ ആയിരിക്കുന്ന ചുറ്റും കൂടിയിരിക്കുന്ന ജനത്തിന്റെ ഉള്ളിൽ ഒരു സംശയം ഉളവായി. And they don't know what my master is doing. എന്താണ് തന്റെ യജമാനൻ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാതെ നിൽക്കുന്ന കൂട്ടം. God brought him over here and he is letting him go. ആമേൻ. ദൈവത്താൽ ശത്രു തന്റെ മുമ്പിലായിരിക്കുന്നതിനാൽ അവൻ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു അവസ്ഥ. And verse 6 and 7, not only that, his men pressured him. ആമേൻ. 6-ഉം 7-ഉം അതിനകത്ത് വീണ്ടും ആ ഒരു പ്രഷറിനെ കാണിക്കുന്നു. And he rebuked his people. That's what Bible says. ഈ വചനത്തിൽ കൂടി പറയുന്നത് അവിടെ ആയിരിക്കുന്നവരെ ശകാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. And that means that he said this is not your plan is not the plan. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ അല്ല പ്ലാൻ എന്ന് അവൻ അവരോട് പറയുന്നു. Lesson number 3. മൂന്നാമത്തെ കാര്യം പഠിച്ചെടുക്കേണ്ടത്. David realized it's impossible to achieve the purpose of God by breaking the commandments of God. ദൈവത്തിന്റെ കൽപ്പനകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികളെ നേടിയെടുക്കുവാൻ കഴിയത്തില്ല എന്ന് ദാവീദിന് മനസ്സിലായി. This is where I asked you the first question. അതാണ് ഞാൻ ആദ്യത്തെ ചോദ്യം നിങ്ങളോട് വിളിച്ചു ചോദിച്ചത്. I mean, what is I mean, if we're traveling on a road here, or if we're in a position that we didn't want to be there, but if we are in a situation like that, how do we really respond? നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു റോഡിലാണെങ്കിൽ ഒരു ദിശയിലാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യമാണ് മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? David has 2 choices. 2 കാര്യങ്ങൾ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. Either kill and destroy my enemy. ഒന്ന് എന്റെ മുമ്പിലായിരിക്കുന്ന ശത്രുവിനെ കൊന്നു നശിപ്പിക്കാം. Or wait for God's time. അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാം. That is very difficult. അത് വളരെ വളരെ പ്രയാസകരമായി തോന്നുന്ന ഒരു അവസ്ഥ. Some of the things might be very easy for us, but sometimes this is very easy to preach, but it's very, very, very challenging. ചില കാര്യങ്ങൾ ലഘുവായി തോന്നുന്നാൽ ചില ഈ സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം വളരെ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നു. Another thing is, this is a classical example that look at the same situation, 2 different viewpoints there. The way that David's people see
and David seeing is two different ways. അവിടെ ചുറ്റുമായിരിക്കുന്ന ദാവീദിന്റെ കാഴ്ചപ്പാട്, അവിടെ ചുറ്റുമായിരിക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടും രണ്ട് രീതിയിലാണല്ലോ പോകുന്നത്. David's people think this is the perfect will of God. The God really brought all these things together so that we can have a victory. ആ തന്റെ ചുറ്റിലുമായിരുന്ന ആളുകൾ അവർ പറയുന്നത് ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവമാണ് അവനെ The കൊണ്ടുവന്നിരിക്കുന്നത്. same situation, David is looking and says, no. We cannot do this thing. We got to wait for God's time. ആമേൻ. ഈ കാര്യം നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയത്തില്ല, നമുക്ക് ദൈവത്തിന്റെ പദ്ധതിക്കായി ക്ഷമയോടെ കാത്തിരിക്കണം ദാവീദ് പറഞ്ഞെടുക്കുന്നു. Sometimes we take matters into our own hands. നമ്മുടേതായ കാര്യത്തിലേക്ക് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ചില സാഹചര്യം ഒരുപക്ഷങ്ങളുണ്ടാകും. We fail to wait and wait. ആമേൻ. കാത്തിരിക്കാൻ ഒരുപക്ഷെ നമ്മൾ പരാജയമായി പോയിക്കൊണ്ടിരിക്കുന്നു. And when I say wait, that doesn't mean just simply go to a place in a room and just do nothing. Remember, David is running. David is hiding in the caves. David sometimes protest. Sometimes he called Jonathan and said, go and tell Saul that I didn't do anything. So he using friendship. He is using all of the things, but there is still an element of waiting in it. കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു റൂമിന്റെ അകത്ത് വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. അവൻ ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ചെയ്ത് എന്റെ കൂട്ടുകാരനെ വിളിച്ച് ആ ശൗലിനോട് സംസാരിക്കാൻ പറയുന്നു, ഓടിപ്പോകുന്നു, ഗുഹയ്ക്കകത്ത് ഒളിക്കുന്നു. അവന് കഴിയാവുന്നതെല്ലാം അവൻ തന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ നോക്കുന്നു. The waiting included not killing the anointed man. ആമേൻ. താമസിക്കുക എന്ന് പറയുന്നത് അവിടെ അതിനകത്ത് ഒരു അഭിഷക്തനായ ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളതല്ല. Because David said, God forbid, I will not stretch my hand against the God's anointed. ആമേൻ. ദൈവത്താൽ അഭിഷക്തനായ ഒരുവന്റെ മേൽ കൈ ഉയർത്തുവാൻ ഞാൻ മുതിരത്തില്ല എന്ന് പറയുന്നു. That is the lesson that David, that is the reason he is different from others. അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി ദാവീദിനെ നാം ഇവിടെ കാണുന്നത്. He doesn't know how long he will have to wait. എത്ര നാള് താൻ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് തനിക്ക് അറിയത്തില്ല. He doesn't know when letting my enemy go now, what will happen to me. ഇപ്പോൾ എന്റെ മുമ്പിലായിരിക്കുന്ന ശത്രുവിനെ വെറുതെ വിട്ടാൽ എന്ത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് അവൻ തിരിച്ചറിയുന്നില്ല. David is not sleeping on the beautiful bed of the palace. He is in the caves and in the wilderness, in the rough places. He is running. രാജകൊട്ടാരത്തിൽ അന്തി ഉറങ്ങുന്നവനല്ല ദാവീദ്. തന്റെ മുമ്പിലായിരിക്കുന്ന മരുഭൂയാത്രയിൽ അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി ദാവീദ് കടന്നു പോകുന്നു. The previous chapter that we know that he was so hungry, his people, he didn't have anything. He had to go to the priest and get the holy bread and eat. അവിടെ ആയിരിക്കുന്ന കഴിഞ്ഞ അധ്യായം നോക്കുമ്പോൾ വഴിയാത്രയെ ക്ഷീണിച്ചിരിക്കുമ്പോൾ പുരോഹിതനോടുള്ള കാഴ്ചയപ്പം വാങ്ങി തനിക്കും തന്റെ കൂട്ടുകാർക്കും അവൻ വിശപ്പെടുക്കുന്നു. So he know what he is going through. ഏത് സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് നന്നായി അറിയുന്നു. People know that they are suffering. തന്റെ ആളുകൾ കഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്നു. They know we can end all this thing. ഈ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കാമെന്ന് അവർ തിരിച്ചറിയുന്നു. Only one thing to do is to just finish Saul now. മുമ്പിലായിരിക്കുന്ന ശൗലിനെ കൊല്ലുക മാത്രമേ വേണ്ടൂ. But David said, no, I will not do that. ഞാൻ അത് ചെയ്യുകയില്ല എന്ന് ദാവീദ് വിളിച്ചു പറയുന്നു. I am going to wait for God's time. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് ദാവീദ് വിളിച്ചു പറയുന്നു. So I learned something from here. ആമേൻ. ഇവിടെ ഞാൻ ചിലത് പഠിച്ചെടുക്കുകയുണ്ടായി. For David, the greatest enemy, you might think it is Saul. ആമേൻ. ദാവീദിന്റെ ഏറ്റവും വലിയ ശത്രു ശൗൽ എന്ന് ഒരുപക്ഷേ തോന്നുമായിരിക്കാം. But I feel it is not Saul the greatest enemy. If there was an impatience in his life that he killed Saul, that impatience would have been his greatest enemy. തന്റെ മുമ്പിലായിരിക്കുന്ന ശൗലുള്ള യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് അക്ഷമയോടെ കാത്തിരുന്ന് ക്ഷമയില്ലാതെ മുമ്പിലായിരിക്കുന്ന ശൗലിനെ കൊന്നിരുന്നുവെങ്കിൽ ആ ക്ഷമയാണ് ഏറ്റവും വലിയ ശത്രു എന്ന് ഞാൻ വിളിച്ചു പറയും. That would have grieved the heart of God. അത് ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുക തന്നെ ചെയ്തേനെ. That was not in the plan of God. അത് ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. David would have been marked as a very different person if he did that one. അങ്ങനെ ഒന്ന് അവൻ ചെയ്തെടുത്തിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും അത് മറ്റൊരു വ്യക്തിയായി മറ്റൊരു തലത്തിലേക്ക് പോയേനെ. But you might say, Pastor, this morning it's very easy for you to kind of say, wait for a situation like this. How do we know? ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ശുശ്രൂഷ എന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് അങ്ങേക്ക് പറയാം. Next few minutes I want to kind of conclude by the proof of that. ചില തെളിവുകളോട് കൂടി അടുത്ത കുറച്ച് നിമിഷങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം. How can we wait? എങ്ങനെയാണ് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുന്നത്? How can we handle situations like that? ഇങ്ങനെയുള്ള സാഹചര്യം മുമ്പിൽ വരുമ്പോൾ എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യും? And during this situation,
David wrote a psalm. അവിടെയാണ് ദാവീദ് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദ് ഒരു സങ്കീർത്തനം എഴുതുകയുണ്ടായി. Oh yeah, Psalm 57. 57 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ And Psalm 57 was written during this time of his life. തന്റെ ജീവിതത്തിന്റെ ഈ സാഹചര്യത്തിൽ കടന്നു പോയപ്പോഴാണ് 57 സങ്കീർത്തനം ദാവീദ് എഴുതിയത്. What do we see on the title of the psalm? എന്താണ് അതിന്റെ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ നിങ്ങൾ വായിക്കുന്നത്? Do not destroy. ആരെയും നശിപ്പിക്കരുത്. നശിപ്പിക്കരുത് എന്ന രാഗത്തില് Amen. David എഴുതി do not destroy. That's the theme of the psalm. ആമേൻ. നശിപ്പിക്കരുത് എന്ന രാഗത്തിലാണ് ദാവീദ് സങ്കീർത്തനം എഴുതിയത്. And he is giving us reasons how he was able to wait. എന്തുകൊണ്ടാണ് അവന് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കാരണം അവിടെ പറയുന്നുണ്ട്. Verse number 1 and 2. 1 ഉം 2 ഉം വായിക്കുമ്പോൾ it says I find shelter and safety in you, O Lord. ആമേൻ. അങ്ങിലാണ് ഞാൻ എൻ്റെ ശരണം ഞാൻ പ്രാപിച്ചിരിക്കുന്നത്. And it says I am confidently secure in you. ഞാൻ ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ പരിരക്ഷയോടെ ആയിരിക്കുന്നത്. Verse 2 we read and I will cry to the Most High who accomplishes all things on my behalf. ആമേൻ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. That's the key. ആമേൻ. അതാണ് യഥാർത്ഥ പോയിന്റ് എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി സകലതും നിർവഹിച്ചു തരുന്ന ഒരു ദൈവം. He the one who accomplishes everything on my life. Everything he completes in my life. ആമേൻ. എൻ്റെ ജീവിതത്തിൽ സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. Brother and sister, if David killed Saul, he would have accomplished something. ആമേൻ. ദാവീദ് ശൗലിനെ കൊന്നിരുന്നുവെങ്കിൽ അവൻ ഒരുപക്ഷേ എന്തെങ്കിലുമൊക്കെ അവന്റെ ജീവിതത്തിൽ നേടിയേനെ. But that was the accomplishment of David. ആമേൻ. അത് ദാവീദിന്റെ അക്കംപ്ലിഷ് ആയിട്ട് അത്. But David saying, Lord, no. Amen. I don't want a shortcut to accomplish my plan. I want trust in the Lord who accomplished everything for me. ആമേൻ. എനിക്ക് എന്റേതായ കുറുക്കുവഴികൾ വേണ്ട, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തിന്റെ വഴികളാണ് എനിക്ക് വേണ്ടത് ദാവീദ് വിളിച്ചു പറഞ്ഞു. Lord, you are a sovereign God. ആമേൻ. സർവ്വാധികാരിയായ ദൈവമാണല്ലോ. That's what we heard this morning. അതാണ് ഇന്ന് പ്രഭാതത്തിൽ നാം കേട്ടത്. Amen. The man of God started with the sovereignty of God. അവിടെയാണ് ദൈവത്തിന്റെ സർവ്വാധികാരത്തെ പറ്റിയല്ലേ the worship songs were all leading us into that one. ആരാധനാ ഗീതങ്ങളെല്ലാം അതല്ലേ വിളിച്ച് നമ്മളോട് പറഞ്ഞത്. We trust a sovereign God who controls everything. എല്ലാം നിയന്ത്രണത്തിൽ തന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന ആ ഒരു സർവ്വാധികാരിയ ദൈവത്തെയല്ലേ നമ്മൾ He is Jehovah Jireh. ആ യഹോവ ജയരയാകുന്ന ദൈവമല്ലേ. He knows when to provide. എപ്പോൾ നിങ്ങൾക്ക് കരുതണമെന്ന് അറിയുന്ന ദൈവമാണ്. Amen. He accomplished everything on my behalf. ഓ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന എന്റെ ദൈവം. And when I know that he accomplished, I can wait. ആമേൻ. അവിടുന്ന് ചെയ്യുമെന്ന് എനിക്ക് തിരിച്ചറിയുന്ന സമയം ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. That's one clue over there. അതാണ് ഒരു തെളിവ്, അവിടെ ആയിരിക്കുന്ന ഒരു തെളിവ്. When I want to accomplish, I will rush into situation. ഞാൻ എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് ഓടുന്ന ഒരു അവസ്ഥ. When circumstances look, I will say that is my desire, and then everything come together, then I will conclude it is the will of God. എന്റെ ആഗ്രഹത്തിനനുസരിച്ച് സാഹചര്യങ്ങൾ വരുമ്പോൾ അതെ ഞാൻ എന്റെ ആഗ്രഹത്തിനനുസരിച്ച് വന്നു എന്ന രീതിയിൽ ഞാൻ അതിന് പിന്നാലെ പോകും. So David trusted the sovereignty of God. ആ ദൈവത്തിന്റെ സർവ്വാധികാരത്തിൽ യഥാർത്ഥമായി വിശ്വസിച്ച ദാവീദ്. And then the next thing, verse 3. മൂന്നാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ he trusted in the unfailing love and faithfulness of God. ആമേൻ. ദൈവത്തിന്റെ അതേലും വിശ്വസ്തതയിലും തന്നെ he said God will send heaven to save me, and then it says God will send out his loving kindness and his truth. സ്വർഗ്ഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും, അതുപോലെ തന്റെ ദയയും വിശ്വസ്തതയും അവിടുന്ന് അയക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. God sends the love and faithfulness to us. ആമേൻ. ആ ദൈവത്തിന്റെ സ്നേഹവും ആ വിശ്വസ്തതയുമാണ് യഹോവ നമുക്ക് വേണ്ടി അയക്കുന്നത്. For David, the people who he trusted were not faithful. ആമേൻ. തന്റെ കൂടെ ആയിരുന്ന ജനം അവർ വിശ്വസ്തരായിരുന്നില്ല. They betrayed him. ആമേൻ. ആ കൂടെ ആയിരുന്നവർ അവനെ ചതിക്കുക തന്നെ ചെയ്തു. Amen. Look at the Saul. What did David do to him? ആമേൻ. ദാവീദ് എന്ത് ചെയ്തിട്ടാണ് ശൗൽ ഇപ്പോൾ ദാവീദിന്റെ പിന്നാലെ പോകുന്നത്? Brother and sister, if you read the first Samuel, I will quickly point out something there. Look at the heart of Saul David over there. Verse 8, when afterwards Saul found out that David was in the same cave, because David came out and said, listen, why are you chasing me? I had the opportunity to kill you.
but I didn't kill you. ആമേൻ. ഇങ്ങനെ 8-9 വായിക്കുമ്പോൾ ദാവീദ് പുറത്തു വന്ന് ദാവീദ് ശൗലിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടാണെന്ന് വിളിച്ചു പറയുന്നു. Verse 8, it is a beautiful verse. But David called from a distance and he bent down into the face and said, Lord Saul, my Lord, the king. ആമേൻ. 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദാവീദ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ വിളിച്ചു പറഞ്ഞ എന്റെ യജമാനനായ രാജാവേ എന്ന് വിളിച്ചു പറഞ്ഞ് അവനെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. David is not calling, you are my enemy. നീ എന്റെ ശത്രു എന്നല്ല ദാവീദ് വിളിച്ചു പറയുന്നത്. You are my master. You are the king. Amen. Why are you coming after me? ഓ ശത്രുവല്ല, നീ എന്റെ യജമാനായ രാജാവാണ്, എന്തുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ പിന്തുടരുന്നു എന്ന് ചോദിക്കുന്നു. And even in all the situation, he know God is faithful. ഓ ദൈവം വിശ്വസ്തനാണെന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയുന്ന ദാവീദ്. So Psalm 57, when he read, he was writing, he knew that I don't need to worry about it. I can wait because God is faithful and he will act in his time. ആമേൻ. ഞാൻ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല, എന്റെ ദൈവം വിശ്വസ്തനാണ്, തക്ക സമയത്ത് ദൈവം അവിടെ പ്രവർത്തിക്കുമെന്ന് നല്ല വ്യക്തമായി അറിയുന്ന ദാവീദ്. And then in 57 we read verse 5. 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ He said, the reason I can wait because it's not about me. He is not being selfish. ഇന്ന് ആയിരിക്കുന്നത് ഒരു പക്ഷേ ഇത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ ഒരു സെൽഫിഷ് ആയിരുന്നിട്ടല്ല. Verse 5 we read, Lord, let your name be glorified, let the majesty over all the earth. നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ, അങ്ങയുടെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. Lord, I'm going through pain. I'm running for my life. I am suffering. I'm doing all these things. The enemy is so close to me and chasing me every day. But regardless of all this thing, Lord, it is not about me. It's not about my kingdom. If it was about me and my kingdom, I would have killed him. But Lord, let thy name be glorified in everything. ആമേൻ. വേദനകളുടെയും വെല്ലുവിളികളുടെയും പ്രയാസങ്ങളുടെയും കൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ മുമ്പിലായിരുന്ന ശത്രുവിനെ കൊന്ന് തനിക്ക് തന്റേതായ രാജ്യത്വം നേടിയെടുക്കാമായിരുന്നു. എന്നാൽ അപ്പോഴും ദാവീദ് വിളിച്ചു പറയുന്നു, ദൈവമേ അങ്ങയുടെ മഹത്വം സർവ്വഭൂമിക്ക് മുകളിലായിരിക്കട്ടെ, അത് പരക്കട്ടെ എന്ന് വിളിച്ചു പറയുന്ന ദാവീദ്. And the fourth reason he can wait. ആ 4-ാമത്തെ കാരണം എന്ന് പറയുന്നത് he is satisfied fully in God. ആമേൻ. ദൈവത്താൽ അവൻ സംതൃപ്തനായിട്ടായിരിക്കുന്ന ഒരു അവസ്ഥ. And verse 7 he says, my heart is steadfast. Oh God, my heart is steadfast and confident. I will sing praises to your holy name. ആമേൻ. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. Brother and sister, this is where we got sometimes a problem. ഇവിടെയാണ് ചില ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്നത്. You know where when I am not fully satisfied in my God, that's the beginning of some of the problems. എന്റെ ദൈവത്താൽ ഞാൻ പൂർണ്ണ തൃപ്തനല്ലെങ്കിൽ അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. I know it's easy to say, but in the wilderness, in the rough times, when so close to being attacked by the enemy, it is very difficult to say, Lord, even in this situation, I am satisfied. ആമേൻ. മരുഭൂമിയുടെ അവസ്ഥയിൽ, പ്രയാസങ്ങളുടെ അവസ്ഥയിൽ, ഏകനായിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയൊന്ന് പാടുന്നത് വളരെ പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നു. God's Holy Spirit is talking to somebody. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായി ചിലരോട് വ്യക്തമായി വിളിച്ചു പറയുന്നത്. Amen. Your situation is not what you want it to be. നിങ്ങൾ ആയിരിക്കേണ്ടുന്ന സാഹചര്യം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരുപക്ഷെ ആയിരിക്കത്തില്ല. You are traveling a road that you never wanted to be. നിങ്ങൾക്ക് പോകേണ്ടുന്ന ഒരു ദിശയിലേക്ക്, ഇഷ്ടപ്പെട്ട ഒരു ദിശയിലേക്ക് ആയിരിക്കത്തില്ല. Your condition is not pleasant. അത്ര സന്തോഷകരമായ ഒരു അവസ്ഥയായിരിക്കത്തില്ല. You are groaning inside every day. ഉള്ളിൽ ഇങ്ങനെ വീർപ്പുമുട്ടിയോടെ വേദനയോടെ ആയിരിക്കുന്ന ഒരു അവസ്ഥ. But this morning the Holy Spirit want to remind you. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചുണർത്തുന്നത്. Son, brothers or daughter, find the satisfaction in me. Oh, ആമേൻ. സഹോദര സഹോദരി, എന്നിൽ നിങ്ങൾ തൃപ്തനായിരിക്കുക എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. there are so many other things that is making you unsatisfied. ആമേൻ. പല കാര്യങ്ങൾ ഒരിക്കൽ തൃപ്തിയിലേക്ക് നടത്തുന്ന സാഹചര്യങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം.
ആയിരിക്കാം. Unreasonably so, because there are enough reasons that you are not satisfied. അത് അസംതൃപ്തിയിലേക്ക് കടന്നു പോകാൻ പല കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. But none of that thing will give you satisfaction. എന്നാൽ ഈ കാര്യങ്ങളൊന്നും നിങ്ങളെ തൃപ്തിയിലേക്ക് നയിക്കത്തില്ല. Put all that thing aside. അതെല്ലാം നിങ്ങളൊന്ന് മാറ്റിവെച്ചേ. The Lord, I know this is not what I wanted. ഇതല്ല കർത്താവേ എനിക്ക് വേണ്ടുന്നത്. But I know one thing. ഒരു കാര്യം എന്റെ ജീവിതത്തിൽ വേണം. You are a sovereign God. അങ്ങ് സർവ്വാധികാരിയായ ദൈവമാണ്. You direct my path, O Lord. അങ്ങയുടെ ആഗ്രഹത്തിന് വഴിക്കനുസരിച്ച് അങ്ങ് നടത്തട്ടെ. As long as I call upon your name. ഞാൻ അങ്ങയുടെ പേര് വിളിക്കുന്ന കാലത്തോളം. Amen. You will control me. അങ്ങ് എന്നെ കൺട്രോൾ ചെയ്തിരിക്കും. Amen. You will lead me. അങ്ങ് എന്റെ ആവശ്യങ്ങൾ നടത്തും. Amen. I find a satisfaction in you. ഞാൻ അങ്ങിൽ എന്റെ സ്വസ്ഥത I കണ്ടിരിക്കുന്നു. find a steadfastness. I am secure. I am confident in you, ഞാൻ Lord. ഉറച്ചിരിക്കുന്നു. ഞാൻ അങ്ങിൽ മാത്രം എന്റെ മനസ്സുറപ്പിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറ. Oh, things are not going to bother me anymore. ആമേൻ. ഇനിയുള്ള മുമ്പോട്ടുള്ള കാലം എന്റെ മനസ്സിനെ ഉലയ്ക്കുന്നതായിട്ടൊന്നും I ഉണ്ടാകത്തില്ല. am not saying nothing will come against us to really disturb our mind. I am not saying that one. നമ്മുടെ മനസ്സിനെ ഉലയ്ക്കാത്ത ചില കാര്യങ്ങൾ കടന്നു വരുന്നില്ല എന്ന് അല്ല ഞാൻ പറയുന്നത്. But this morning something that you have been bothered by so much. ചില കാര്യങ്ങളാൽ പല കാര്യങ്ങളാൽ ഒരുപക്ഷെ നിങ്ങളുടെ Something that you are not able to make a decision and say how do I go എങ്ങനെ forward. മുമ്പോട്ട് ഓടും എങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ My friends are telling me something like this. എന്റെ കൂടെ ആയിരിക്കുന്ന കാര്യങ്ങൾ ചിലരിങ്ങനെ എന്നോട് വിളിച്ചു പറയുന്നു. Amen. The circumstances look that I need to go this way. സാഹചര്യം കാണുമ്പോൾ ഇതിൽ കൂടി കടന്നു പോകാമെന്ന് എന്റെ ഒരു മനസ്സ് വിളിച്ചു പറയുമ്പോൾ How long I am going to wait? എത്ര നാൾ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കണം കർത്താവേ. But Holy Spirit is reminding. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. Circumstances is not the guide. നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന സാഹചര്യമല്ല മുമ്പോട്ട് ഓടുന്ന ദിശ. Even close friends are not the guide. നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന സന്തോഷ സഹചാരികളല്ല നിങ്ങളുടെ ദിശ നിർണ്ണയിക്കുന്നത്. Amen. Trust in the Lord. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക. Amen. Wait for His perfect will in our life. ദൈവത്തിന്റെ യഥാർത്ഥ ഹിതത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. Hand over our life for the sovereignty of God. ദൈവത്തിന്റെ പരമാവധി അധികാരത്തിന് കീഴിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. Hallelujah. Glory to God. Amen. All these days. ആമേൻ. എല്ലാ കാരണങ്ങളും മുമ്പിലായിരിക്കുമ്പോഴും I have so many plans, oh Lord. എന്റെ മുമ്പിൽ പല പദ്ധതികളും ഉണ്ടല്ലോ കർത്താവേ. I ran with my plans. ഞാൻ എന്റെ പദ്ധതിയുമായി മുമ്പോട്ട് ഓടാൻ ശ്രമിക്കുമ്പോൾ But I come to a point that many of my plans are not really going anywhere. ഞാൻ ചിന്തിച്ചെടുത്ത പ്ലാനുകളൊന്നും എല്ലാം പരാജയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥ. But I am handing over my life to you, Lord. എന്റെ ജീവിതം ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. I am satisfied in you. ഞാൻ അങ്ങിൽ പൂർണ്ണ തൃപ്തനായിരിക്കുന്നു. I fully trust in you, Lord. ഞാൻ പൂർണ്ണമായി അങ്ങിൽ വിശ്വാസം അർപ്പിക്കുന്നു. Hallelujah. You are a sovereign God. പൂർണ്ണ സർവാധികാരിയായ ദൈവത്തിന് മുമ്പാകെ. This morning the Holy Spirit is encouraging some people here. Hallelujah. Glory Hallelujah. Glory to God. Thank you, Jesus. Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Praise God. Glory to God. Yes, Lord. Amen. Hallelujah. Glory to God. ക്ഷമിക്കുവാൻ വളരെ പേഷ്യൻസോടെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ അമേൻ അതിന്റെ ബ്രിമ്മിലെത്തിപ്പോയി. I cannot wait any longer. എനിക്കിനി ഒന്ന് ക്ഷമിക്കുവാൻ എനിക്ക് കാത്തിരിക്കാൻ കഴിയാത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ I got to make my move. ആമേൻ. എനിക്ക് ഇവിടെ നിന്നൊരു ചലനം ഉണ്ടായ മതിയാകൂ. That may be a bad move. അതൊരു പക്ഷേ നിങ്ങൾ ഒരു തെറ്റായ തീരുമാനമായിരിക്കാം. For Saul knew, for David knew that. ആമേൻ. ദൈവത്തിന് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞതുകൊണ്ട് Yes, I can fulfill my plan very speedily, expediently, but it will grieve the heart of God. So I am not going to put my hands against the anointed. എന്റെ മുമ്പിലായിരിക്കുന്ന പദ്ധതി ഒരു പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ നിവൃത്തീകരിച്ചെടുക്കാമെന്നാൽ അതിനായി ഞാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ എന്റെ സർവശക്തനായ യഹോവയുടെ മനസ്സ് വേദനിക്കുന്ന ഒരിടയുണ്ടാകും. So he took whatever the media he was using, he started composing a song, and Psalm 57:2 said, I trust in the Lord who accomplishes everything for me. ആമേൻ. സകലവും നിർവഹിക്കുന്ന എന്റെ ദൈവത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളൊരു സങ്കീർത്തനമാണ് അവന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എഴുത്തുപലകയിൽ കൂടി അവൻ എഴുതി ആ സങ്കീർത്തനം എഴുതി തീർത്തത്. Some of the situations that you go through now, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ചില അവസ്ഥകള് someday you will use those things to encourage somebody else. ആമേൻ. ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ നാളെ മറ്റൊരു വ്യക്തിയുടെ ഒരു എൻകറേജ്മെന്റ് ആയി മാറാൻ പോകും. God is allowing you to go through this one so that
that you will be a comfort for അവൻ somebody. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ദൈവത്താൽ ദൈവഹിത പ്രകാരം നടക്കുന്നത് മറ്റുള്ള ഒരു വ്യക്തിയുടെ ആശ്വാസത്തിന് വേണ്ടിയാണെന്ന്. Because God knows that you can take it. ആമേൻ. നിനക്ക് ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന് അറിയാം. നിനക്ക് താങ്ങാനുള്ളതായ കരുത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം നിന്നെ അതിൽ കൂടെ കടത്തിവിടുക. എന്നാൽ നാളെ താങ്ങുവാൻ കഴിവില്ലാത്ത ഒരു ബലഹീന സഹോദരനോ സഹോദരിയോ അടുത്തു വരുമ്പോൾ ആമേൻ, ഇന്ന് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ദൈവിക ശക്തിയുടെ ആമേൻ സാധ്യതയുണ്ടെന്ന് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. Yes. Hallelujah. Glory to God. Glory to God. Yes. Amen. Hallelujah. Yes. Hallelujah. Glory to God. God will allow only what we can bear today. ആമേൻ. നമുക്ക് എങ്ങനെ എന്ത് സഹിക്കാൻ കഴിയുന്നു അത് മാത്രമേ ദൈവത്താൽ അത് ദൈവം അനുവദിക്കൂ. ഇസ്ഹാക്കിന് താങ്ങുവാൻ കഴിയുന്നത് തലയിൽ വെച്ചൊഴിയത് what Isaac can carry, that's all he put on his head. ആമേൻ. ഇസ്ഹാക്കിന് എന്ത് വഹിക്കാൻ കഴിയുമോ അതാണ് അവന്റെ ചുമലിലേക്ക് വെച്ചു കൊടുത്തത്. Father knows. ആമേൻ. പിതാവിന് നന്നായി അറിയാമായിരുന്നു. My father knows what you can do, what you can carry. നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയും, നിനക്ക് എന്ത് വഹിക്കാൻ കഴിയുമെന്ന് സർവശക്തനായ പിതാവിന് അറിയുന്നു. Sister, don't give up. ഒരിക്കലും സഹോദരി നീ അത് ഉപേക്ഷിച്ച് കളയരുത്. Brother, don't hurry up. സഹോദര പെട്ടെന്ന് തിടുക്കത്തിൽ ചെയ്തെടുക്കുവാൻ ശ്രമിക്കരുത്. Amen. Trust in the Lord. ദൈവത്തിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക. He is accomplishing something great. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ചില വലിയ വൻ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോകുന്ന യഹോവ. David will have to run few more years in the same way, but that doesn't matter. He is trusting in the God who accomplishes. ആമേൻ. ദാവീദിന് ചില വർഷങ്ങൾ കൂടി മുമ്പോട്ട് പോകണമെന്ന്, പക്ഷെ അതിനപ്പുറമായിട്ട് ദൈവം ചില വൻ കാര്യങ്ങൾ അവന് മുമ്പാകെ. You may have to go through the situation like the way you are going now. ആമേൻ. ഒരു പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കത്തില്ല നിങ്ങളുടെ സാഹചര്യങ്ങൾ. I don't know when there is an end point, but I know one thing, God will accomplish for you. എപ്പോഴത് അവസാനിക്കുമെന്ന് ഒരു പക്ഷെ എനിക്ക് പറയാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു അവധി വെച്ചിരിക്കുന്നു.